നമ്മളിപ്പോൾ അതായത് തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നിങ്ങളുടെ കയ്യിലുള്ള ഫോക്കസ് ഏരിയ നോട്ട്ബുക്കിലത്തെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ വാട്ട് കണ്ടീഷൻ വിൽ ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്? എപ്പോഴാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേപോലെ ആവുന്നത്? അപ്പം നമുക്ക് ആലോചിച്ചറിയാം എന്താ ഡിസ്റ്റൻസ്, എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ദൂരമാണ്. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് ആണ് സഞ്ചരിക്കണമെങ്കിൽ ഡിസ്റ്റൻസും അത് തന്നെയായിരിക്കും, എ ബി തന്നെയായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റും എ ബി തന്നെയായിരിക്കും. അതല്ല ഇതിങ്ങനെ വളഞ്ഞിട്ടാണ് ബിയിലെത്തണമെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് ഫുൾ കൂട്ടണം, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇത് മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ എപ്പോഴാണ് അത് രണ്ട് ഈക്വൽ ആവാമെന്ന് പറയാം? ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ എ ബോഡി ഹാവ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് സ്റ്റിൽ ഹാവ് എ വേരിയിങ് വെലോസിറ്റി? സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ വെലോസിറ്റി വ്യത്യസ്തമാണ്. എന്താ സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് നോക്കാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. രണ്ടും ചേർന്നതാണ് വെലോസിറ്റി. അപ്പോൾ ഒരു ബോഡി സർക്കുലാർ മോഷനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ, സർക്കുലാർ മോഷനിലാണ് ഒരേ സ്പീഡിൽ, ഇപ്പോൾ എല്ലാ സമയവും 40 km/s തന്നെ ഇത് സർക്കിളിൽ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്പീഡ് ഒരേ സ്പീഡിൽ തന്നെ മൂവ് ചെയ്യണേ, 40 തന്നെയാണ് എപ്പോഴും. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ ഓരോ സമയവും മാറുന്നത് കൊണ്ട് ഓരോ സമയവും ഡയറക്ഷൻ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട്, പക്ഷെ സ്പീഡ് കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ സ്പീഡ് സെയിം, വെലോസിറ്റി ഡിഫറെൻറ്റ് എന്ന് പറയുന്നതിന് എക്സാമ്പിളാണ് എന്ത്? സർക്കുലാർ മോഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾ സർക്കുലാർ മോഷൻ എന്ന് എഴുതിയാൽ മതി ഈ സെക്കൻഡ് ക്വസ്റ്റ്യന്. തേർഡ് ക്വസ്റ്റ്യൻ, ക്യാൻ എ ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആൻഡ് വേരിയിങ് സ്പീഡ്? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ സ്പീഡ് വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. കാരണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അതായത് അതിൻ്റെ അകത്ത് ഓൾറെഡി സ്പീഡുണ്ട്, സ്പീഡ് കൂടെ ഉള്ളതാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ വേരിയിങ് സ്പീഡ് എന്ന് പറയുന്നത് അതിൽ തന്നെ അർത്ഥശൂന്യമാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ വേരിയിങ് സ്പീഡ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് വേരിയിങ് വെലോസിറ്റി ആയിരുന്നു. അതാണ് സർക്കുലർ മോഷൻ. ഇത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ബട്ട് വേരിയിങ് സ്പീഡ്, അത് സാധ്യമല്ല. അപ്പോൾ ആ 2 പോയിൻറ്റും കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വേരിയിങ് സ്പീഡ് സാധ്യമല്ല, പക്ഷേ കോൺസ്റ്റൻറ്റ് സ്പീഡ് വേരിയിങ് വെലോസിറ്റി അത് സാധ്യമാണ്. എക്സാമ്പിൾ സർക്കുലർ മോഷൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, അണ്ടർ വാട്ട് കണ്ടീഷൻ ഈസ് ദ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി എപ്പോഴാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആവുന്നത്? നമ്മൾ അതിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, ഡെൽറ്റ ടി, ടൈം ഇൻ്റർവെല്ലിൽ 0 ആവുന്ന ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എ ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ എ ബോഡി ഹാവ് 0 വെലോസിറ്റി ആൻഡ് നോൺ 0 ആക്സലറേഷൻ? 0 വെലോസിറ്റി അത് എപ്പോഴും പറയുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് എറിയാണ്, ഏറ്റവും ടോപ്പിൽ എപ്പോഴും വെലോസിറ്റി 0 ആയിരിക്കും, പക്ഷേ ആക്സലറേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 0 അറ്റ് ദ ടോപ്പ് പൊസിഷൻ. ഈ ടോപ്പ് പൊസിഷൻ്റെ പ്രത്യേകത വെലോസിറ്റി 0 ആണ്, പക്ഷേ ആക്സലറേഷൻ 0 അല്ല. അതായത് അതെന്തുകൊണ്ട് അങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സലറേഷൻ ഉണ്ടാവാൻ എന്താണ് വേണ്ടത്? ആക്സലറേഷൻ ഉണ്ടാവാൻ വേണ്ട കണ്ടീഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവണം, എന്നാലാണ് ആക്സലറേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വെലോസിറ്റി 0 ആണ്, പക്ഷെ തൊട്ട് മുൻപത്തെ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി 0 ആയിരിക്കില്ല. വെലോസിറ്റി ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് വെലോസിറ്റി കുറഞ്ഞ് വന്ന് 0 ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. ഈ 2 പൊസിഷനുകൾ നോക്കിയാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്, അപ്പോൾ
ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വെലോസിറ്റി 0 ആയി മാറിയാലും അത് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് വെലോസിറ്റി 0 ആയാലും ചേഞ്ച് ഇൻ വെലോസിറ്റി ഉള്ളത് കൊണ്ട് അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ യു സേ എ സിറ്റുവേഷൻ ഓഫ് 0 വെലോസിറ്റി ആൻഡ് ബട്ട് 0 വെലോസിറ്റി ബട്ട് എന്താണ് നോൺ സീറോ ആക്സിലറേഷൻ, അതാണ് ചോദ്യം. അപ്പോൾ ഏതാ സിറ്റുവേഷൻ? വെൻ വി ത്രോ എ സ്റ്റോൺ at the top position velocity will be 0 but acceleration will not be equal to 0. Very important question. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ബി കൺസിഡേർഡ് വിത്തൗട്ട് സ്പീഡിങ് അപ്പ് ഓർ സ്ലോയിങ് ഡൗൺ? ഇഫ് സോ ഗിവ് ആൻ എക്സാമ്പിൾ. അതായത് ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ബി ആക്സിലറേറ്റഡ് വിത്ത് സ്പീഡ് ആവുകയോ അല്ലെങ്കിൽ സ്ലോ ആവുകയോ ചെയ്യുന്നില്ല, പക്ഷേ അവിടെ ആക്സിലറേഷനുണ്ട്. സ്പീഡ് കൂടുകയോ സ്പീഡ് കുറയുകയോ ചെയ്യണില്ല, പക്ഷേ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അതിനൊരു സന്ദർഭം പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് എക്സാമ്പിളും സർക്കുലാർ മോഷനാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 40 km/s വേഗതയിൽ അല്ലെങ്കിൽ പെർ അവർ വേഗതയിൽ തന്നെ ഓരോ സമയവും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഓരോ സമയവും അതിൻ്റെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് അതിന് എന്തുണ്ടെന്ന് പറയാം? ആക്സലറേഷൻ ഉണ്ട്, പക്ഷേ സ്പീഡ് മാറുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, വാട്ട് ഡസ് ദ സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷർ? എന്താ, ആവറേജ് സ്പീഡാണോ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണോ? നമ്മൾക്കറിയാം ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്, അതായത് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റിലെ സ്പീഡായിരിക്കും സ്പീഡോമീറ്ററിൽ ഉണ്ടാവുക. അടുത്തത്, ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് റേഷ്യോ ഓഫ് വെലോസിറ്റി ടു സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ ഈസ് ഡേഷ്. അതായത് വെലോസിറ്റി ടു സ്പീഡ് റേഷ്യോ, അതിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, വെലോസിറ്റി ടു സ്പീഡ്, വെലോസിറ്റി മുകളിൽ എഴുതുക, സ്പീഡ് താഴെ എഴുതുക. അങ്ങനെയാണ് വെലോസിറ്റി ടു സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ടു സ്പീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും വെലോസിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ സ്പീഡിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ സ്പീഡിനേക്കാൾ കുറവായിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞില്ലേ, ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ ഒന്നുകിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസ് ഈക്വൽ ആവും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അതിനേക്കാൾ കൂടെയുള്ളൂ, കുറയില്ല. കാരണം ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ട്രെയിറ്റ് ദൂരമാകുമ്പോൾ അതിനേലും കുറഞ്ഞൊരു ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് സ്പീഡ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റാണ് എന്ത്? വെലോസിറ്റി. ഇതേപോലെ തന്നെയാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുക. വെലോസിറ്റി സ്പീഡും ഒന്നുകിൽ ഈക്വൽ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഇതെന്തായാലും ഈ വെലോസിറ്റി ഇതിനേക്കാൾ കുറവായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? ഇത് ഈക്വൽ ആണെങ്കിൽ, ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ 1, ഇതിനേക്കാൾ കുറവാണെങ്കിൽ ലെസ് ദാൻ 1. അപ്പോൾ എന്താ, നമുക്കിതിൻ്റെ ആൻസർ ചെയ്താൽ ഒന്നുകിൽ ഈക്വൽ ടു ഓർ ലെസ് ദാൻ 1. പിന്നെ നോക്കുക, ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഡിഫറൻസിയേഷനൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് പല ഗ്രാഫുകൾ കൊടുത്തിരിക്കുകയാണ്, 1 ഡയമെൻഷണൽ. ഇതിൽ ഈ കുറേ ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്, XT എന്ന് കൊടുത്താൽ കാണാം. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് 1 ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ചോദ്യം. ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം, ഈ ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും അതിനൊരു പൊസിഷൻ വരുന്നുണ്ട്, ഇവിടെ ഒരു പൊസിഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, 2 പൊസിഷൻ ഒരു ടൈമിൽ തന്നെ പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഈ ഗ്രാഫ് എടുത്ത് നോക്കിയേ, ഒരേ ടൈം, ഇപ്പോൾ ഇവിടുത്തെ ഒരു ടൈം എടുത്താൽ ഇവിടെ ഒരു പോസിറ്റീവ് വെലോസിറ്റിയും പറയുന്നുണ്ട്, അതേ സമയത്ത് തന്നെ ഒരു നെഗറ്റീവ് വെലോസിറ്റിയും, അതും പോസിബിൾ അല്ല. പിന്നെ ഈ ഗ്രാഫ് എടുത്ത് നോക്കി, ഇത് സ്പീഡും ടൈമാണ് കൊടുത്തിട്ടുള്ളത്. സ്പീഡ് നെഗറ്റീവായിട്ട് പോകുന്നു, ഒരിക്കലും സ്പീഡ് നെഗറ്റീവ് ആവില്ല, കാരണം ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ്. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവാത്തത് കൊണ്ട് സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഇനി
ടോട്ടൽ പാത്ത് ലെങ്ത്ത്. ഇതുപോലെ തന്നെ നോക്കി, പാത്ത് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് തന്നെയാണ് അർത്ഥം. ടോട്ടൽ ഡിസ്റ്റൻസ് ഇതാ കൂടണു, അത് കഴിഞ്ഞിട്ട് കുറയണു. ടോട്ടൽ പാത്ത് ലെങ്ത്ത് ഒരിക്കലും കുറയില്ല. നമ്മൾ എവിടേക്കൊക്കെ മൂവ് ചെയ്യണോ ആ ഡിസ്റ്റൻസുകൾ മുഴുവൻ കൂട്ടണം. അപ്പോൾ അതൊരിക്കലും കുറയണ ഒരു സിറ്റുവേഷൻ വരില്ല. അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. അപ്പോൾ ഇതൊന്നും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല? വൺ ഡയമെൻഷൻ മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഇതിൽ ഇതേ കാര്യം തന്നെ അതിൻ്റെ കാരണമാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പി ക്യൂ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഹൗസാണ്. ഇതെന്ന് പറയുന്നത് അവരുടെ സ്കൂളാണ്. കണ്ടോ, എ ആൻഡ് ബി റിട്ടേണിങ് ഫ്രം ദെയർ സ്കൂൾ ഓ ടു ദെയർ ഹോംസ് പി ആൻഡ് ക്യൂ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എയുടെ വീട് പി ആണ്, ബിയുടെ വീട് ക്യൂ ആണ്. ചൂസ് ദ കറക്റ്റ് എൻട്രീസ് ഇൻ ദ ബ്രാക്കറ്റ്സ്. ഇതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? എ ഓർ ബി ലീവ്സ് ക്ലോസർ ടു ദ സ്കൂൾ ദാൻ ബി ഓർ എ അല്ലെങ്കിൽ ബി, ഏതാണ് സ്കൂളിന് ക്ലോസ് ആയിട്ടുള്ളത്? എ ആണോ ബി ആണോ? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം പി ആണ് എയുടെ വീട്, ക്യൂ ആണ് ബിയുടെ വീട്. അപ്പോൾ അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പി അല്ലേ സ്കൂൾ ഓയായിട്ട് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ എ ലീവ്സ് ക്ലോസർ ടു സ്കൂൾ ദാൻ ബി എന്ന് സെലക്ട് ചെയ്യണം. ഇനി അടുത്തത് എ ഓർ ബി സ്റ്റാർട്ട്സ് ഫ്രം ദ സ്കൂൾ ഏർലിയർ ദാൻ ബി ഓർ എ. ഇതിൽ എ ആണോ ബി ആണോ എന്ന് സെലക്ട് ചെയ്യലാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്. ഏതാണ് സ്കൂളിൽ നിന്ന് ഏർലിയർ നേരത്തെ പുറപ്പെടുന്നത് എന്ന് നോക്കുക. ഇതാണ് എ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ വെച്ചിട്ട് ബി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടൈം ആക്സിസ് ആണുള്ളത്. എ ആണ് നേരത്തെ പുറപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം എ സ്റ്റാർട്ട്സ് ഫ്രം ദ സ്കൂൾ ഏർലിയർ ദാൻ ബി. എ ആണ് സ്കൂളിൽ നിന്ന് നേരത്തെ പുറപ്പെടുന്നത്, കാരണം ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്, ടൈം നേരത്തെയാണ് എയുടെ. പിന്നെ സി ക്വസ്റ്റ്യൻ എ ഓർ ബി വാക്സ് ഫാസ്റ്റർ ദാൻ ബി ഓർ എ. ഏതാണ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണേ? അത് നിങ്ങൾ എയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് പോണേ, ബിയുടെ ഗ്രാഫ് ഇതേ കുറച്ചുകൂടെ കുത്തനെയാണ്. ഇങ്ങനെ കുത്തനെ ആവുന്നതാണ് കൂടുതൽ ഫാസ്റ്റർ ആവുക. കാരണം ഇങ്ങനെ കുത്തനെ വരണ അല്ലെങ്കിൽ സ്റ്റീപ്പ് എന്ന് പറയും, അതിൻ്റെ സ്ലോപ്പാണ് കൂടുക. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ആണെന്നർത്ഥം. അപ്പോൾ കുത്തനെ ഉള്ളതാണ് കൂടുതൽ ഫാസ്റ്റായിട്ട് വരുന്നത്. ഏതാ കുത്തനെ വരുന്നത്? ബി. അപ്പോൾ ബി വാക്സ് ഫാസ്റ്റർ ദാൻ എ. ഇനി ഡി ക്വസ്റ്റ്യൻ എ ആൻഡ് ബി റീച്ച് ഹോം അറ്റ് ദ സെയിം ഓർ ഡിഫറെൻറ്റ് ടൈം. എയും ബിയും വീട്ടിലെത്തുന്നത് ഒരേ സമയത്താണോ? ഇതാണ് എയും ബിയും വീട്ടിലെത്തുന്നത് എന്താണ് ഡിഫറെൻറ്റ് ടൈമിൽ, അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇതിൽ എയും ബിയും വീട്ടിലെത്തുന്നത് നോക്കുക. എ എത്തുന്നത് ഇവിടെയാണ് എയുടെ വീട്, അത് ഇവിടെ വീട്ടിലെത്തി, സമയം ഇതാണ് സമയം. അതുപോലെ ബി വീട്ടിലെത്തി, ക്യൂലെത്തി, അത് ഏതാ സമയം? ഇത് തന്നെയാണ് സമയം. അപ്പോൾ രണ്ടും എത്തുന്നത് സെയിം ടൈം എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത ഈ ക്വസ്റ്റ്യൻ എ ഓർ ബി ഓവർടേക്സ് ബി ഓർ എ ഓൺ ദ റോഡ്. ഏതാണ് ഇവിടെ ഓവർടേക്ക് ചെയ്യുന്നത്? എ ബീനെ ഓവർടേക്ക് ചെയ്യുകയാണോ അതോ ബി എയെ ഓവർടേക്ക് ചെയ്യുകയാണോ? നോക്കുക, എ ആണ് ആദ്യം പുറപ്പെട്ടത്, ബി ഈ സമയത്താണ് പുറപ്പെട്ടിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ബി ആണ് കൂടുതൽ ഫാസ്റ്റ്, കാരണം ബി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ വെട്ടിച്ചു പോയി. മനസ്സിലായോ? ഇതിനെ ക്രോസ് ചെയ്തു. അപ്പോൾ ബി ഓവർടേക്സ് എ എന്ന് സെലക്ട് ചെയ്യണം. അടുത്തത് ടു സ്ട്രെയിറ്റ് ലൈൻസ് ഡ്രോൺ ഓൺ ദ സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് മേക്സ് ആംഗിൾ 30 and 60. വിച്ച് ലൈൻ റെപ്രസെൻറ്റ് ഗ്രേറ്റർ വെലോസിറ്റി? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ വെലോസിറ്റി? നമ്മൾ നേരത്തെ പറഞ്ഞു കുത്തനെ ഉള്ളതായിരിക്കും എപ്പോഴും വെലോസിറ്റി കൂടുക. അപ്പോൾ ബി ആണ് കുത്തനെ അല്ലേ, ഇത് 30 ആംഗിൾ ഉണ്ടാക്കുന്നുള്ളൂ, ഇത് 60 ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ എയിനേക്കാൾ ബി ആണ് കൂടുതൽ സ്റ്റീപ്പ് അല്ലെങ്കിൽ കുത്തനെ, അതായത് സ്ലോപ്പ് കൂടുതൽ, അതായത് അതാണ് വെലോസിറ്റി കൂടുക. ഇനി അവയുടെ റേഷ്യോ കാണണം, എയുടെയും ബിയുടെയും റേഷ്യോ. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ വെലോസിറ്റികളുടെ റേഷ്യോ. വെലോസിറ്റി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടാൻ തീറ്റ കണ്ടാൽ മതി. അപ്പോൾ ടാൻ 30 ടാൻ 60 കാണണം. അപ്പോൾ ടാൻ 30 ബൈ ടാൻ 60 കാണാം, വെലോസിറ്റി തന്നെയാണ് കിട്ടുക. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ 1/√3 അതെത്രയാണ്? ടാൻ 30 ടാൻ 60യുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ എന്നിട്ട് അതിൻ്റെ റേഷ്യോ കണ്ടാൽ മതി. അടുത്തത് an object is projected vertically up with an initial velocity u and is allowed to fall under gravity. അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം, സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കണം, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം, ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഒരു ബോഡി മുകളിലേക്ക് എറിഞ്ഞു, അത് താഴത്തേക്ക് വീഴാണ്.
അപ്പോൾ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഓരോ ടൈം ഇങ്ങനെ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കുക പൊസിഷൻ ഇങ്ങനെ കൂടി കൂടി പോവല്ലേ, പക്ഷെ ടൈം അതനുസരിച്ച് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കർവ് ഇങ്ങനെ വളഞ്ഞു വരുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇത് ടോപ്പ് പൊസിഷനാണ്. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് താഴത്തേക്ക് വീഴാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ടൊരു ലൈനല്ല വരിക, ടൈം ഇങ്ങോട്ട് നീങ്ങണ കാരണം ആണ് ഇതിങ്ങനെ വളഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞ് താഴത്തേക്ക് വരണതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണത്. ഇനി അതിൻ്റെ സ്പീഡും വെലോസിറ്റി ഇതാണ് ആദ്യത്തെ ഗ്രാഫ്. ഇത് സ്പീഡ് വെലോസിറ്റിയുടെ ഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ സ്പീഡ്, ഇവിടെ സ്പീഡ് ടൈം ഗ്രാഫ്. അപ്പോൾ ആദ്യം തന്നെ മുകളിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരുന്നു. ടോപ്പിൽ സ്പീഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇത് 0 ആണ്. ഇത് എവിടുത്തെ പൊസിഷനാണ്? ടോപ്പ് പൊസിഷൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് താഴത്തേക്ക് വരുമ്പോൾ വീണ്ടും സ്പീഡ് കൂടുകയാണ്. സ്പീഡ് കൂടുന്നു. ഇതേ കാര്യം തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിലാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, വെലോസിറ്റി ടൈം ഗ്രാഫിലാണ് നമ്മളിത് വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇവിടം വരെ അതേപോലെ തന്നെ സ്പീഡ് പോലെ തന്നെയാണ് വെലോസിറ്റി കുറഞ്ഞു വന്നിട്ട് ഇവിടെ 0 ആയി. എവിടെ പൊസിഷൻ? ടോപ്പ് പൊസിഷൻ. ഇതേ ഗ്രാഫ് തന്നെയാണ് വെലോസിറ്റിയിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് വെലോസിറ്റി കൂടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വെലോസിറ്റി വരയ്ക്കുക. നേരത്തെ സ്പീഡിന് ഇങ്ങനെ വന്ന സംഭവം വെലോസിറ്റിക്ക് ആയപ്പോൾ ഇങ്ങനെയായി. ഇനി ആക്സലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ -g, മുകളിലേക്ക് പോകുമ്പോൾ മൈനസും താഴത്തേക്ക് വരുമ്പോൾ G+y ആയിട്ടാണ് എടുക്കുക. അപ്പോൾ -gയിലാണ് ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. എപ്പോഴും നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അത് ഭൂമിയുടെ ഗ്രാവിറ്റീനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് -g എന്ന് എടുക്കും. താഴത്തോട്ട് വരുമ്പോൾ അത് ആക്സലറേഷനിൽ ഒപ്പം വരുന്നത് കൊണ്ട് +g എന്നുമായിട്ടാണ് എടുക്കുക. നമ്മൾ പ്രോബ്ലത്തിലൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ VT ഗ്രാഫും AT ഗ്രാഫും വരയ്ക്കണം. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫും വരയ്ക്കണം, ആക്സലറേഷൻ ടൈം ഗ്രാഫും വരയ്ക്കണം. എങ്ങനെയുള്ള എൻ്റെ വിച്ച് ആക്സലറേറ്റഡ് യൂണിഫോംലി അറ്റ് റെസ്റ്റ് then moves uniform velocity and finally retarded uniformly. ആദ്യം ആക്സലറേഷൻ, പിന്നെ യൂണിഫോം മോഷൻ, പിന്നെ റിട്ടാർഡേഷൻ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. ആദ്യം ആക്സലറേഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് VT എന്ന് മാർക്ക് ചെയ്തു. ആദ്യം ആക്സലറേഷൻ, അപ്പോൾ വെലോസിറ്റി കൂടി പോണു. പിന്നെ അവർ പറയുന്നത് ദെൻ മൂവ്സ് വിത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്നർത്ഥം. അപ്പോൾ വെലോസിറ്റി മാറാൻ പാടില്ല, ഇവിടം വരെ മാറിയില്ല. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഫൈനലി റിട്ടാർഡഡ് യൂണിഫോംലി എന്നാണ്. അതായത് ഇങ്ങനെ കുറഞ്ഞു വന്നു, റിട്ടാർഡേഷൻ, കുറയലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇനി ഇതിൻ്റെ AT ഗ്രാഫ് വരയ്ക്കണം, ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. അപ്പം നമ്മൾ നേരത്തെ ചെയ്യാറുള്ള പോലെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? പാരലൽ ലൈൻ ആയിരിക്കും. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു കഴിഞ്ഞാലോ അതിനടുത്ത സ്റ്റെപ്പ് ഇല്ല. അതാണ് ഇവിടെ ഗ്രാഫ് ഇല്ലാത്തൊരു അവസ്ഥ. അത് കഴിഞ്ഞിട്ട് പിന്നെ റിട്ടാർഡേഷനാണ്. അപ്പോൾ കുറഞ്ഞു വരികയാണ് ചെയ്യണേ. അപ്പോൾ ആക്സലറേഷൻ എവിടെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇതേ ലൈൻ തന്നെ പക്ഷേ നെഗറ്റീവ് സൈഡിൽ വരയ്ക്കണം. ഇത് ഡ്രോ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ ഡ്രോപ്ഡ് ഫ്രം എ സർട്ടിൻ ഹൈറ്റ് ആൻഡ് ബൗൺസസ് ബാക്ക് നിയർലി ഇലാസ്റ്റിക്കലി. അതായത് മുകളിൽ നിന്ന് താഴത്തേക്ക് വരികയാണ്. അപ്പോൾ വെലോസിറ്റി കൂടി വന്നു. അത് കഴിഞ്ഞ് അത് ബൗൺസ് ബാക്ക്, കുറച്ച് തിരിച്ച് ഇങ്ങോട്ട് തട്ടിയിട്ട് പൊന്തുമല്ലോ. അപ്പോൾ എന്ത് വരും? വീണ്ടും വെലോസിറ്റി സ്പീഡ് കുറയും. അതാണിത്.